ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡേ വിത്ത് അജ്മി. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ലജ്പത് നഗറിലേക്കാണ്. ലജ്പത് നഗർ എന്ന് പറയുമ്പോൾ ഒരു ഫേമസ് മാർക്കറ്റാണ് ഡൽഹിയിലെ. അവിടെയാണെങ്കിൽ വുമൻസിനായിട്ടുള്ള നല്ല നല്ല ആക്സസറീസ്, പിന്നെ എത്നിക് വിയേഴ്സ്, നല്ല ചുരിദാർ, പിന്നെ ഫുഡ് സ്പോട്ട് കൂടിയാണ് കേട്ടോ നല്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ലജ്പത് നഗർ എത്തി. ഞാനിവിടെ രണ്ടുപേരെ വെയിറ്റ് ചെയ്യുകയാണ്. അതായത് എൻ്റെ ഫ്രണ്ട് റോഷ്നയും പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചി, അതായത് മീനിൻ്റെ ചേച്ചി പുണ്യ ചേച്ചിനെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏറെക്കുറെ ഇപ്പം വന്നിരുന്നിട്ട് 2 മണിക്കൂർ ആകാറായി. ഇതുവരെയിട്ട് അവരെ കാണുന്നില്ല. കുറച്ച് ലേറ്റായാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പ്രകൃതി മനോഹാരിതയൊക്കെ ആസ്വദിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഫൈനലി അങ്ങനെ അവർ ചേച്ചി നോക്ക്, എത്രയും നേരം എന്താണ് ലേറ്റ് ആയത്? ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യാം. ശരി, അപ്പോൾ ഈ ലജ്പത് നഗറിന് ഒരു പേരും കൂടിയുണ്ട്, സെൻട്രൽ മാർക്കറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഇപ്പം മാർക്കറ്റിലേക്ക് നടക്കുകയാണ്. ഇതാണ് ഫേമസ് ഡോൾമാൻഡി മോമോസ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തതൊരു പ്ലേറ്ററാണ്, ചൈനീസ് നോൺ വെജ് പ്ലേറ്റർ. അപ്പം ഇതിനകത്ത് ചില്ലി ചിക്കൻ ഉണ്ട്, ചിക്കൻ സോസേജ് ഉണ്ട്, പിന്നെ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഒരു പാനിപ്പൂരി കഴിച്ചു, പക്ഷേ അതിൻ്റെ ക്ലിപ്പ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതാണ് മെയിൻ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാധനങ്ങൾക്ക് അത്യാവശ്യം ചീപ്പായിട്ട് കിട്ടും, പക്ഷേ ഇത് സരോജിനിൻ്റെ അത്രയൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷെ എന്നാലും സാധനങ്ങൾ അത്യാവശ്യം വിലക്കുറവിലൊക്കെ കിട്ടുന്നതാണ്. ഇഷ്ടമായോ? അപ്പോൾ ഗൈസ് ഈ മാല കണ്ടപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പം ഗൈസ് അങ്ങനെ ഞങ്ങളിങ്ങനെ പൊക്കോണ്ടപ്പോഴാണ് ഈ ചുരിദാർ കണ്ടത്. നല്ല രസമുണ്ട്. അറൗണ്ട് 600 ആണ് പറഞ്ഞത്, പക്ഷേ ബാർഗനിങ് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ രണ്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അങ്ങനെ പുള്ളിക്കാരനോട് ചോദിച്ചു, 600 അല്ല 400 450 തരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു തരത്തില്ലാന്ന്. അതുകൊണ്ട് ഞങ്ങൾ നിർത്തി. പിന്നെ ഞങ്ങൾ ഒരു ടീഷർട്ട് ഷോപ്പിൽ കയറി. ഇത് നല്ല നല്ല ആനിമീസ് ഒക്കെ ഉള്ള ടീഷർട്ട്, ഇതൊക്കെ 350 ആണ്. പിന്നെ ബൾക്കായിട്ട് എടുക്കും. അപ്പോൾ ഞങ്ങൾ ലജ്പത് നഗറിലെ മെയിൻ ഫുഡ് സ്പോട്ടായ ഗോൾഡൻ ഫീസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പം പല പല ബ്രൗണി ഐറ്റംസ് കണ്ടില്ലേ, ബ്ലോഗേഴ്സ് ഫസ്റ്റ് ചോയ്സ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ മെയിനായിട്ടും പല പല ഡെസേർട്ട്, പിന്നെ ജ്യൂസ്, ഷേക്സ്, പിന്നെ മെയിൻലി ബ്രൗണി ഐറ്റംസ്, കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് ചോക്ലേറ്റ് ബ്രൗണി, ന്യൂട്ടെല്ല ചോക്ലേറ്റ് ബ്രൗണിയും, പിന്നെ ഒന്നെന്ന് പറയുന്നത് ബ്ലൂബെറി ഫ്രൂട്ട് ജാറുമാണ്. അപ്പം അറൗണ്ട് ഒരു ജാറിന് 185 ആണ്. അപ്പം ഡിപ്പെൻസ്, അതായത് ഓരോരോ സാധനത്തിനും പല പല റേറ്റാണ്. ഗൈസ് ഞങ്ങൾ ഓർഡർ ചെയ്ത ന്യൂട്ടെല്ല ചോക്ലേറ്റ് ബ്രൗണി ജാറ് കിട്ടിയിരിക്കുകയാണ്. ഗൈസ് ഇത് അടുത്ത സാധനം ബ്ലൂബെറി ഫ്രൂട്ട് ജാറാണ്. പൊന്നും കൊടുത്ത് എന്തെങ്കിലും പൊട്ടുന്നല്ലോ. എന്റെ പോയാൽ പനയുന്നില്ലല്ലോ, പയ്യെ തിന്നാ പനയുന്നില്ല. അതുമല്ല ഇത് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ടിട്ടുണ്ട്, അതുപോലെ ഉണ്ട് ചോക്ലേറ്റ്. ഞങ്ങൾ പിന്നെ കഴിക്കുന്നത്. അപ്പോൾ ഗൈസ് എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ലജ്പത് നഗർ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.